എറണാകുളം കുറുപ്പുംപടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ചു. സംഭവത്തിൽ അയ്യമ്പുഴ സ്വദേശി ധനേഷ് പോലീസ് പിടിയിലായിരിക്കുന്നു. കുട്ടികൾ സുഹൃത്തുക്കൾക്ക് അയച്ച കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. വിവരങ്ങളുമായി അമൽ പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അമൽ, വളരെ ദാരുണമായ സംഭവമാണ്. സുഹൃത്തുക്കൾക്ക് അയച്ച കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്താണ്? മനു, എറണാകുളം കുറുപ്പുംപടിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. 10ഉം 12ഉം വയസ്സും പ്രായമുള്ള സഹോദരിമാരെയാണ് ഈ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അയ്യമ്പുഴ സ്വദേശി ധനേഷിനെ കുറുപ്പുംപടി പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മയുടെ ആൺ സുഹൃത്ത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വീട്ടിലെത്തുമ്പോൾ അമ്മയില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഈ കുട്ടികൾക്ക് നേരെ ഇത്തരത്തിൽ ശാരീരികമായി ഈ ആൺ സുഹൃത്ത് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വിവരം അമ്മയോട് പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. എങ്കിലും അമ്മ ഈ ഒരു വിവരം മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവതരമാണ് അമല. കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച വിവരം സ്വന്തം അമ്മ അറിഞ്ഞിട്ടും അത് മറച്ചു വച്ചു എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവതരമാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അമ്മയുടെ ആൺ സുഹൃത്താണ് എന്നതൊരു ഇവിടെ വിഷയമേ അല്ല. അമ്മ അറിഞ്ഞിട്ടും അത് മറച്ചു വച്ചു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ സാഹചര്യം. തീർച്ചയായും പോലീസ് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് അമ്മ അറിഞ്ഞിട്ടും ഈ വിവരം അമ്മ മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഇവരുടെ സഹപാഠികൾക്ക് ഒരു കത്തിലൂടെ ഈ വിവരം എഴുതി അറിയിക്കുകയായിരുന്നു. ഈ കത്ത് ഇവരുടെ ടീച്ചർക്ക് ലഭിക്കുകയും ഈ ടീച്ചർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കുകയും ഇതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ കുറുപ്പുംപടി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മനു, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നുണ്ടോ? ആ രീതിയിൽ പോലീസ് അതിന്റെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുകയാണോ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിവരം കുട്ടികൾ അമ്മയോട് പറയുകയും തന്റെ ആൺ സുഹൃത്തായതിനാൽ തന്നെ അമ്മ ഈ ഒരു വിവരം മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എത്ര വയസ്സുണ്ട് ഈ കുട്ടികൾക്ക്? 10ഉം 12ഉം വയസ്സുമുള്ള കുട്ടികളാണ്. അതായത് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കേണ്ട കുട്ടികളാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഈ അമ്മയുടെ ആൺ സുഹൃത്ത് ഇവരുടെ വീട്ടിൽ എത്താറുണ്ട്. ഇത്തരത്തിൽ ഒരു ദിവസം വീട്ടിലെത്തിയ സാഹചര്യത്തിൽ അവിടെ അമ്മ ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടികൾക്ക് നേരെ ഇത്തരത്തിൽ ഒരു ഉപദ്രവം നടത്തിയത്. ഇതുമായി അങ്ങനെയാണെങ്കിൽ ഇത് പോക്സോ വകുപ്പല്ലേ വരിക? തീർച്ചയായും പോക്സോ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു കേസ് തന്നെയാണ് നിലവിൽ ഇത്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 10ഉം 12ഉം വയസ്സുള്ള ചെറിയ കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിരിക്കുന്നത്. ഈ സ്ത്രീയുടെ മൊഴിയെടുത്തോ? അമ്മയുടെ മൊഴിയെടുത്തോ? അമ്മയുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആണ് കേസെടുക്കുന്ന അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോക്സോ വകുപ്പിൽ വിവരം അറിഞ്ഞിട്ട് അത് മറച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവതരമായ കുറ്റമാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉള്ള വ്യക്തതകൾ. അതായത് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ അമ്മ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയോടുകൂടിയാണ് ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ ദിവസങ്ങൾ ഏകദേശം 4 ദിവസങ്ങൾ പിന്നിടുന്നു. അമ്മ ഈ ഒരു പീഡനം നടന്ന ആ ദിവസം തന്നെ ഇത് അറിഞ്ഞിരുന്നു. എങ്കിലും ഇത്രയും ദിവസം അത് മൂടി വെക്കുക അല്ലെങ്കിൽ മറ്റാരോടും പറയാതെ തന്നെ അത്തരത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ കുട്ടികൾ ഇത് പുറത്തു പറയണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി തന്നെ ഇവരുടെ സഹപാഠികൾക്ക് ഈ ഒരു കത്ത് എഴുതുകയും അതിലൂടെ പുറം ലോകം അറിയുന്ന ഒരു സാഹചര്യവുമായിരുന്നു. അതായത് അമ്മ ഈ ഒരു വിവരം മറച്ചു വെച്ച് തന്റെ ആൺസുഹൃത്തിനെ സംരക്ഷിക്കുന്ന രീതിയിൽ. കൂടെ പഠിക്കുന്ന കുട്ടികൾക്കാണോ ഈ പീഡനത്തിനിരയായ കുഞ്ഞുങ്ങൾ കത്തെഴുതിയത്? അവർ അത് മറ്റുള്ളവരെ അറിയിക്കുകയും അതുവഴി പോലീസിലേക്ക് ഈ വിവരം എത്തുകയുമായിരുന്നോ? അതെ മനു, അതായത് കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കത്ത് രൂപത്തിൽ ഈ വിവരം കൈമാറുകയായിരുന്നു. ആ ഒരു കത്ത് ഈ കുട്ടികൾ അവരുടെ ക്ലാസ് ടീച്ചർക്ക് നൽകുന്നു. ആ ക്ലാസ് ടീച്ചർ അത് പോലീസിലൊരു പരാതിയായി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് നിലവിൽ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്, മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശരിയായാലും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഗൗരവതരമായൊരു വിഷയം കൂടിയാണ്. അമ്മയുടെ ആൺ സുഹൃത്ത്
10ഉം 12ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ എറണാകുളം കുറുപ്പമ്പടിയിലാണ് സഹോദരിമാരെ പീഡിപ്പിച്ചത്. അതിൽ ഏറ്റവും ഗൗരവതരമായ വശമെന്ന് പറയുന്നത് ആ പെൺകുട്ടികൾ സ്വന്തം അമ്മയോട് ഈ വിവരം പറഞ്ഞിരുന്നു. വീട്ടിൽ വരുന്ന ആളിങ്ങനെ ഞങ്ങളെ ഉപദ്രവിച്ചു എന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ അമ്മ അത് മറച്ചു വയ്ക്കുകയായിരുന്നു. അതായത് തൻ്റെ സുഹൃത്ത് തൻ്റെ സ്വന്തം മക്കളെ പീഡിപ്പിച്ച വിവരം ആ അമ്മ മറച്ചു വയ്ക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നു.